എല്ലാ ബഡ്ജറ്റിലുള്ള ആൾക്കാർക്കും ആക്ച്വലി വീട് പണിയാൻ പറ്റും. പക്ഷേ അത് അവരുടെ സ്വപ്നം എന്താണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. സ്വപ്നത്തിൻ്റെ വില ആണ് വീട്. എൻ്റെ വീട് എൻ്റെ വലിയൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് അവരെത്രത്തോളം പ്രണയിക്കുന്നു, ആ പ്രണയിക്കുന്ന പ്രണയിതാക്കൾക്ക് വരാം. അതായത് ഞാനൊരു വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്നു, എനിക്ക് മണ്ടത്തരം പറ്റാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്ലയൻറ്റിനോടൊരു WC ഒരു ക്ലോസറ്റിൻ്റെ വില 15 ലക്ഷം രൂപയാവുമെന്ന് പറയാനുള്ള ധൈര്യം നമുക്കില്ല. പക്ഷേ മറ്റവരോട് 15 ലക്ഷം രൂപ ഉള്ളൂ എന്ന് ചോദിക്കണേ. ഒരു അസുഖം വന്ന് കിടപ്പിലായി എൻ്റെ വീട്ടിലല്ലാണ്ട് അയലൊക്കെക്കാരൻ്റെ വീട്ടിലെ ബന്ധുക്കളുടെ വീട്ടിൽ പറ്റൂല എന്നുള്ള കേസ് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് വീട് എന്നുള്ളത് ഒരാളുടെ അഭിമാനമാണ്. ഞങ്ങൾ അങ്ങനത്തെ പ്രൊജക്റ്റ് ചെയ്യാറില്ല. വാടകയ്ക്ക് കൊടുക്കാനുള്ള വീട് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. വീടിനെ സ്വപ്നമായിട്ട് കാണുന്നവരുടെ വീടേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. വീട് എന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു അസറ്റ് എന്നതിനേക്കാൾ ഉപരി ഒരു ഇമോഷനാണ്, അതൊരു സ്വപ്നമാണ് അല്ലേ? ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ഒരു ബിൽഡിങ്ങിനെ ഒരു വീടാക്കാൻ സഹായിക്കുന്ന ഒരു ബ്രാൻഡാണ് ഇന്ന് മൈ ബ്രാൻഡ് മൈ പ്രൈഡിൽ. കോൺസെപ്റ്റ്സ് ഡിസൈൻ സ്റ്റുഡിയോയുടെ ഓണർ, അതിൻ്റെ ഓൾ ഇൻ ഓൾ എന്ന് പറയാവുന്ന ഷിൻഡോ വർഗീസ് കാവുങ്ങൽ. ഷിൻഡോ, വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ്. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളൊരു സാധനം വാങ്ങണ പോലെയല്ലോ വീടെന്ന് പറഞ്ഞാൽ അതൊരാളുടെ അൾട്ടിമേറ്റ് ഇമോഷനാണ് അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പം ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി അത് എത്ര എണ്ണം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പം ആസ് ഓഫ് നൗ? കറക്റ്റ് എണ്ണം ഓർമ്മയില്ല, പ്ലസ് ഒരു 200+ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 200+ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അക്രോസ്. അതാണ് ഇപ്പോഴത്തെ കറന്റ് സ്റ്റേറ്റസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ജേർണി പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം. കോൺസെപ്റ്റ്സ് ഡിസൈൻ സ്റ്റുഡിയോയുടെ തുടക്കം മുതൽ ദാ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ വരെയുള്ളൊരു അവസ്ഥ അതങ്ങോട്ട് പറയാ. കോൺസെപ്റ്റ്സ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 10 ഇയേഴ്സോളമായി. ഞാൻ ഈ ഇൻഡസ്ട്രിയിലൊരു 18 years+ ആയി. 18 വർഷം. യെസ്. അപ്പോൾ യു ആർ ആൻ അഡൾട്ട് ഇൻ ദിസ് ഇൻഡസ്ട്രി അല്ലേ? ഡെഫിനറ്റ്ലി. അഡൾട്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് ഇത് മാറിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും. നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണല്ലോ. ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം പുതിയ ടെക്നോളജി, ആളുകളുടെ ഇഷ്ടം മാറും, സ്റ്റൈല് മാറും. ഇപ്പോൾ ബിഫോർ കൊറോണ, ആഫ്റ്റർ കൊറോണ നമ്മൾ നോക്കിയാൽ തന്നെ ആളുകളുടെ റിക്വയർമെൻറ്റ്സിൽ ഭയങ്കര വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളൊരു 20 years ബാക്കുള്ള വീടുകൾ മിക്കുക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ ഒരു ഹോള്, 2 സൈഡിൽ റൂം, ഒരു സൈഡിൽ പോർച്ച് ഉള്ളതാണെങ്കിൽ ഒരു സൈഡിൽ പോർച്ച് ഉണ്ടാവും, അപ്പുറത്തൊരു കിച്ചൺ ഉണ്ടാവും. ഇനി 2 നിലയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റത്തൊരു സ്റ്റെയർ കേസ് ഉണ്ടാവും. ഈ വീട് സ്ക്വയർ ഫീറ്റ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഒക്കെ സൈസ് കൂടുന്നുള്ളതല്ലാതെ ഏകദേശം പാറ്റേൺ ഒക്കെ അതിൽ നിന്ന് പിന്നെ ആളുകൾ ഫോർമൽ ലിവിങ്, ഡൈനിങ്, ഫാമിലി ലിവിങ് വേറെ എങ്ങനെ കോൺസെപ്റ്റിലേക്കൊക്കെ വന്നു. ആഫ്റ്റർ കൊറോണ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് റിക്വയർമെൻറ്റ്സിൽ ചേഞ്ച് വന്നു. കാരണം ആ കൊറോണയുടെ സമയത്താണ് ആളുകൾ കൂടുതൽ വീടിനകത്തിരുന്നത്. അപ്പോഴാണ് ആളുകൾക്ക് വീടിൻ്റെ കുറവ് എന്താണെന്നുള്ള കേസ് മനസ്സിലായി തുടങ്ങി. പിന്നെ ഒരു പച്ചപ്പും ഇതൊന്നും ഇല്ലാത്തതിൻ്റെ ആ ഒരു കുറവ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലായി തുടങ്ങി. അപ്പോൾ ആഫ്റ്റർ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് വന്നൊരു സാധനമാണ് നമ്മുടെ ഈ OTTയിലൊക്കെ മാറ്റം വന്ന പോലെ തന്നെ വീട്ടിൽ ഹോം തിയേറ്റർ എന്ന് പറയുന്ന സാധനം ഒരു ബേസിക് റിക്വയർമെൻ്റായി. പിന്നെ ഫിറ്റ്നസിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് കൂടി. ഒരു ട്രെഡ്മില്ലെങ്കിലും ഇടാനുള്ള സ്പേസ് വേണം എന്നുള്ളതായി. പിന്നെ ഗ്രീനറി, ആൾക്കാർക്ക് കാറ്റും വെളിച്ചുള്ള വീട് വേണം. കാരണം അങ്ങനെ ഒരു വീട്ടിൽ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ മനസ്സിലായി അവർക്ക്. അല്ലെങ്കിൽ അവർ രാവിലെ ഓഫീസിൽ പോകും, വൈകുന്നേരം കയറും, ആകെ ഒരു സൺഡേ ആയിരിക്കും ഇരിക്കുന്നത്. ആ സമയത്ത് കാറ്റും വെളിച്ചതിനെ പറ്റി ഒരു ബോധർ ചെയ്യുന്നില്ല. പിന്നെ കാറ്റും വെളിച്ച അതിനുശേഷം ഏറ്റവും കൂടുതൽ റെനോവേഷൻ പ്രോജക്ട്സ് വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ. കാരണം ആളുകൾ ഇതൊക്കെ കണ്ട് പിന്നെ സോഷ്യൽ മീഡിയയുടെ ഇത് കൂടുകയും ചെയ്തല്ലോ. ആ സമയത്ത് ജിയോ ഒക്കെ വന്നിട്ടൊക്കെ ഈ യൂട്യൂബ് ചാനലും ബാക്കി സോഷ്യൽ മീഡിയയിലും എല്ലാം വിസിബിലിറ്റി കൂടിയപ്പോൾ ആളുകൾ ഗ്ലോബലി ഉള്ള വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ മൊത്തത്തിൽ ആൾക്കാരുടെ റിക്വയർമെൻറ്റ്സും എല്ലാ സാധനത്തിലും വ്യത്യാസം വന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യത്തിൽ നമ്മൾ ഫുള്ളി എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടൊരു സാധനം ഇതിനകത്ത് പറ്റൂല. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാലും ഈ ഒരു 18 വർഷത്തെ ഒരു ജേർണി ഉണ്ടല്ലോ, അതെന്തായിരുന്നു എന്ന് പറയും? അത് തന്നെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യം. ഇത് തന്നെയാണ് 18 വർഷം മുമ്പുള്ള ആളുകളുടെ റിക്വയർമെൻറ്റ്സോ അതുമാതിരത്തെ ആ സമയത്തുള്ള മെറ്റീരിയൽസോ അതുമാതിരത്തെ കാലാവസ്ഥയോ ഒന്നുമല്ല. എല്ലാ കാര്യത്തിലും മാറ്റം വന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിൻ്റെയും റേറ്റിലും പ്രൈസിലും വേരിയേഷൻ വന്നു. അപ്പോൾ പല ആളുകളും, ചില ആൾക്കാരൊക്കെ ഈ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുമ്പൊക്കെ പുറത്തു പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ ആളുകളെ സംബന്ധിച്ച് ഇപ്പോഴും ഇവിടുത്തെ നാട്ടിലുള്ളൊരു സിറ്റുവേഷൻ്റെ പണ്ടത്തെ വിലയാണ് പല മൈൻഡിൽ കിടക്കുന്നത്. എന്നിട്ട് അവർ കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കി നാട്ടിലൊരു വീട് പണിയാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്കൊരു 50 ലക്ഷം രൂപയ്ക്ക് അടിപൊളി ലക്ഷറി വീട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കും അവർ പോയത്. അപ്പോൾ അവർ പറയും
ഒന്നൊരു കൂടുതൽ ഇരിക്കട്ടെ, ഒരു 60 ആയിക്കോട്ടെ, അറുമാദിച്ചോ എന്ന് പറഞ്ഞിട്ടൊരു ഈ സമയത്ത് അത് നടക്കൂല. അപ്പോൾ ആ റിയാലിറ്റി അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു 1 ഇയർ കൊണ്ട് വരുന്ന വ്യത്യാസം നമ്മൾ ഈ ഫീൽഡിൽ നിന്നിട്ട് നമുക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിലുള്ള ഒരു വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വ്യത്യാസം ആളുകൾക്ക് ഇപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കാരണം ഇതുമായിട്ട് ഒരു ബന്ധമില്ല, അവരുടെ ഫീൽഡ് തന്നെ വേറെയാണ്. അവർ വീട് പണിയുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസിനെ പറ്റിയൊക്കെ ആലോചിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ മാറ്റത്തിന്, ഓരോ തവണ ഉണ്ടാകുന്ന മാറ്റത്തിന് ഒരു കണക്കി പറഞ്ഞ പേടിയോടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇടയ്ക്കാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കാര്യമാണല്ലോ, അതായത് ഇൻ ദി നിയർ 5 ഇയേഴ്സിൽ നമുക്ക് ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ഒരു വീട് വെക്കലും ഇമ്പോസിബിൾ ആണ് എന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ അടുത്ത് വിളിക്കുന്ന പലരോടും ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് അപ്പോൾ ചിലർ പറയും ഞങ്ങളൊരു 4 വർഷം കഴിഞ്ഞിട്ട് വീട് പണിയാനാണ് പ്ലാൻ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വീട് പണിയാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പം പണിതോ. 4 വർഷം കഴിഞ്ഞ്, അപ്പോൾ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ ഒരു ലേഡി എനിക്ക് വർഷങ്ങളായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അവർ എനിക്കൊരു 3 വർഷം മുമ്പ് മെസ്സേജ് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് ഒരു വീടിന് ഏകദേശം എത്രയാവുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ എമൗണ്ട് വെച്ചിട്ട് അവർ പോയി. അത് കഴിഞ്ഞ് അവർ പിന്നത്തെ വർഷം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഈ എമൗണ്ട് തന്നെ വീണ്ടും മാറ്റി പറയാം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ട് ആ പൈസ വരെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ അതിൽ തീരില്ല എന്നാണ് ഇപ്പോൾ പറയണതെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു അടുത്ത വർഷം നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാനിത് വീണ്ടും മാറ്റി പറയും. അവരുടെ സ്വപ്നം, അവരുടെ ആവശ്യമൊക്കെ അപ്പോഴും അങ്ങനെ തന്നെയാണ്, അത് കൂടിയിട്ടേ ഉള്ളൂ. അതനുസരിച്ച് ഈ പറഞ്ഞ ബഡ്ജറ്റും എല്ലാ സാധനങ്ങളും കൂടുന്നുണ്ട്. അത് അവരുടെ റിയാലിറ്റിയിലേക്ക് വരുന്നില്ല. അത് മനസ്സിലാവും, പക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല ആൾക്കാർ. ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, രൂപയുടെ മൂല്യം ഇടിവ്, ഇത് ഈ റിയൽ എസ്റ്റേറ്റിൽ ഏതാണ്ട് എത്ര %? റിയൽ എസ്റ്റേറ്റിനെയാണ് ഡയറക്റ്റ്ലി ബാധിക്കുന്നത്. കാരണം ഇപ്പോൾ ഓരോ ദിവസം നമുക്ക് ഫ്യൂവലിൻ്റെ പ്രൈസിൽ വേരിയേഷൻ വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു 60-70% സാധനങ്ങളും പുറത്തുനിന്നാണ് വരുന്നത്. ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്ത് വേണം നമ്മുടെ സൈറ്റിലെത്താൻ. 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കിട്ടുന്ന മണൽ പോലും നമ്മുടെ സൈറ്റിലേക്ക് ഒരു ലോഡ് വണ്ടിയിൽ കയറ്റി കൊണ്ടുവരണം. ആ വണ്ടിയിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്നതിന് പോലും ഈ എക്സ്പെൻസ് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി ബാധിക്കുക. നമ്മൾ ചിലപ്പോൾ എല്ലാ ദിവസവും, പിന്നെ ഈ സിമെൻറ്റിൻ്റെയും കമ്പിയുടെയും ഒക്കെ വില ഇപ്പോൾ ഭയങ്കരമായിട്ട് വേരിയേഷൻ ഈ പറഞ്ഞ കൊറോണയ്ക്ക് ശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ ഡയറക്റ്റ്ലി ബാധിക്കുന്ന ഒരു സെക്ടർ തന്നെയത്. പക്ഷെ ആളുകൾ ഇപ്പോൾ ഡെയിലി ഓരോ സാധനങ്ങൾ മേടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പഞ്ചസാര മേടിച്ചു, ഇന്നത്തെ പഞ്ചസാരയുടെ വില നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഡെയിലി സിമെന്റ് മണൽ ആൾക്കാർ മേടിക്കണില്ലല്ലോ. അപ്പൊ അതിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രം അതിന്റെ വിലയുടെ കാര്യത്തിനെ പറ്റി ആൾക്കാർ ബോധവാനാണ്. ജസ്റ്റ് ടു ഗെറ്റ് ആൻ ഐഡിയ, അതായത് ഒരു വർഷത്തിലെ അപ്രോക്സിമേറ്റ് എത്ര വ്യത്യാസം വരും? നമ്മളിപ്പോൾ ഒരു 50 രൂപ ബഡ്ജറ്റ് ഇടുന്നൊരു വീടിന് ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് ഞാനിത് പണിയാണെങ്കിൽ എത്ര രൂപ വ്യത്യാസം വരും അപ്രോക്സിമേറ്റ്? പണ്ടൊക്കെ നമുക്കൊരു 10% വേരിയേഷൻ്റെ കാര്യമൊക്കെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ ആഫ്റ്റർ കൊറോണ, എപ്പോഴും ബിഫോർ കൊറോണ ആഫ്റ്റർ കൊറോണ ഈ സെക്ടറിന് ശരിക്കും ഉണ്ട്. എല്ലാ സെക്ടറിലും ഉണ്ട്. പക്ഷേ ഈ സെക്ടർ അത് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. അതെ അത് ഇതിനകത്ത് ഭയങ്കരമായിട്ട് ബാധിച്ചേക്കുന്നത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ചെയ്ത പോലെ തന്നെ മെറ്റീരിയൽ പ്രൈസ് ഭയങ്കരമായിട്ട് വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 1 ഇയറിലൊക്കെ more than 25-30% വേരിയേഷൻസ് വരുന്നുണ്ട്. അത് എല്ലാ കാര്യത്തിലും ആയിരിക്കില്ല, പക്ഷേ നമ്മളെ കൂടുതൽ ബാധിക്കുന്ന കാര്യങ്ങളിലായിരിക്കും ചിലപ്പോൾ വേരിയേഷൻസ് വരുന്നത്. ഇതിന് വേറെ ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ ബഡ്ജറ്റിലുള്ള ആൾക്കാർക്കും ആക്ച്വലി വീട് പണിയാൻ പറ്റും. പക്ഷേ അത് അവരുടെ സ്വപ്നം എന്താണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അതെ, സ്വപ്നത്തിൻ്റെ വില ആണ് വീട്, സ്വപ്നമാണ് വീട്. അപ്പോൾ ആ സ്വപ്നത്തിന് എത്രത്തോളം വിലയുണ്ടോ അതായിരിക്കും വീടിൻ്റെ ബഡ്ജറ്റ്. അപ്പോൾ നമുക്കൊരു സിമെൻറ്റ് മണലിൻ്റെ ഒക്കെ ഒരു ബേസിക് സാധനം ആ എക്സ്പെൻസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ലൈഫ് മിഷനിലൊക്കെ വീട് പണിയാനായിട്ടുള്ള പൈസ കൊടുക്കുന്ന ആ പൈസയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വീട് പണിയാൻ പറ്റുമായിരുന്നു. ആ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയ സമയത്ത് വീട് പണിയാൻ പറ്റുമായിരുന്നു. ഇപ്പം ആ പൈസ വെച്ചിട്ട് അവർക്ക് ആ ഒരു 400 സ്ക്വയർ ഫീറ്റ് വീട് പോലും പണിയാൻ പറ്റില്ല. അവർക്ക് ജസ്റ്റ് കോൺക്രീറ്റ് വരെ തീർക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിംഗ് വരെ തീർക്കാം. ബാക്കി ടൈലിടാനോ പെയിൻറ് ചെയ്യാനോ ബാക്കി കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ചെയ്യാനുള്ള ബഡ്ജറ്റ് പറ്റുന്നില്ല. അതപ്പോൾ ബേസിക് ബഡ്ജറ്റിനെ തന്നെ അത് ബാധിച്ചു. ബാക്കിയുള്ളത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും ലക്ഷറിയസ് ആയിട്ടുള്ള ലെവലിലേക്ക് നമുക്ക് പോകാം. അത് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റും നമ്മുടെ ആവശ്യം അനുസരിച്ച് ഓരോരുത്തരുടെ കംഫർട്ട് ലെവൽ അനുസരിച്ച് നമുക്ക് മാറ്റി ഏത് ലെവലിലേക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ബേസിക് കോസ്റ്റിൽ തന്നെ ഭയങ്കര വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, കോൺസെപ്റ്റ്സ് ഡിസൈൻ സ്റ്റുഡിയോയിലേക്ക് ആർക്കൊക്കെ വരാം? ആർക്കൊക്കെ ഇതിൻ്റെ സർവീസസ് കിട്ടും? നമ്മളൊരു ടോട്ടൽ ഒരു ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട്
ഒരു വീട് പണിയാനായിട്ട് നമ്മുടെ കൊമേഴ്ഷ്യൽ സെക്ടർ, നമ്മുടെ ക്യൂഡോ എന്ന് പറഞ്ഞിട്ട് വേറൊരു ബ്രാൻഡാണ് നമുക്ക്. ഇവിടെ നമ്മൾ റെസിഡൻഷ്യൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് റെസിഡൻഷ്യൽ ഇതിന് അതൊരു ഇമോഷണൽ കണക്റ്റഡാണ്. കൊമേഴ്ഷ്യൽ സാധനത്തിന് ഇമോഷണൽ കണക്റ്റഡ് അല്ല, അത് ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം. അത് കുറച്ച് കോർപ്പറേറ്റ് സെറ്റപ്പിൽ പോകുന്ന ഒരു സംഭവം. അതിൽ കുറേ സിസ്റ്റം ഓറിയൻറ്റഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതിൽ ഇമോഷൻസിനേലും കൂടുതലും അതാണ് കൂടുതൽ കാര്യം. അത് ഫിനാൻസും സിസ്റ്റവും അങ്ങനത്തെ കാര്യമൊക്കെയാണ്. അതെ അതെ, ബ്രാൻഡിങ് അങ്ങനെയൊക്കെ ആയിട്ട് വേറൊരു സെക്ടർ. അതിൻ്റെ ഇമോഷൻ വേറെയാണ്. ഇതിൻ്റെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ സ്വപ്നം കണ്ടിട്ടുള്ള ആ കോൺസെപ്റ്റ് ഡിസൈൻ സ്റ്റുഡിയോയിലേക്ക് ആര് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വീട് എൻ്റെ വലിയൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിനെ അവരെത്രത്തോളം പ്രണയിക്കുന്നു, ആ പ്രണയിക്കുന്ന പ്രണയിതാക്കൾക്ക് വരാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ അങ്ങനെ വരാം. ഇനി അതിൻ്റെ ഇനി അത് കാവ്യാത്മകമായിട്ട് പറഞ്ഞാൽ അങ്ങനെ പറയാം. അതല്ലാതെ ഡയറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീട് വെക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും വരാം. പിന്നെ ഇനി വീട് ഞങ്ങൾ വെച്ചുപോയി, അതല്ലെങ്കിൽ വീട് പണി നടക്കുകയാണ്, അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റീരിയറും ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്താൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും വരാം. പിന്നെ ഞങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു വീടുണ്ട്, ഇനി ആ വീടിനെ നമുക്ക് ടോട്ടലി ഒന്ന് മേക്ക് ഓവർ ചെയ്ത് പുതിയൊരു വീട് പോലെ ആക്കാം, അങ്ങനെയുള്ളവർക്കും വരാം. ഈ 3 സർവീസസുമാണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഇന്റീരിയർ ഡിസൈൻ കൺസൾട്ടൻസി എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്കിതൊരു ഭയങ്കര എക്സ്പെൻസീവ് പരിപാടിയാണ്. വീട് വെക്കുന്നതിന് തന്നെ ബഡ്ജറ്റ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്, ഇതിനും കൂടെ കാശ് കൊടുക്കാനില്ല എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, അതായത് ഈസ് ഇസ് ഗോയിങ് ടു ബി എക്സ്പെൻസീവ്, അല്ലെങ്കിൽ ഇത് ആർക്കും ചെയ്യാവുന്ന ഒന്നാണോ, ആർക്കും വരാവുന്നതാണ്? കാരണം നമ്മളിപ്പോൾ 10 ലക്ഷം രൂപ മുതൽ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ മുതൽ വീട് വെക്കാമെന്ന് കേൾക്കുന്ന കാലമാണല്ലോ. ആർക്കും വരാവോ? ആർക്കും നമ്മുടെ അടുത്തേക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ സ്വപ്നമുള്ള ആർക്കും വരാം. പക്ഷേ ആ സ്വപ്നത്തിനനുസരിച്ചുള്ള ബഡ്ജറ്റ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ വരാൻ പാടുള്ളൂ. ദാസനും വിജയനും പറഞ്ഞ പോലെ അത് വരരുത്. 150 രൂപ വാടക. യെസ്, അതാണ് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയൊരു ഇത് ചെയ്യുന്ന കാര്യം. കാരണം ഈ ഏറ്റവും കൂടുതൽ ചതി നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണത്. ഏറ്റവും കൂടുതൽ തട്ടിപ്പുകാരും ഉള്ളൊരു ഇൻഡസ്ട്രി അത്. അതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തന്നെ 2018 ചെയ്ത എൻ്റെ അങ്കിളുടെ വീട്, അന്ന് അത് 42 lakhs ഇൻക്ലൂഡിങ് ഇന്റീരിയേഴ്സ് ഫിനിഷായ വീട്. അന്ന് എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്? അത് 2200 സ്ക്വയർ ഫീറ്റ് വീട്. അത് ആക്ച്വലി നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ എനിക്ക് 4.5 million ഒക്കെ, എന്താ യൂട്യൂബ് ഒന്നും വന്നിട്ടില്ല, ഫേസ്ബുക്കിൽ പോസ്റ്റിന് തന്നെ 4.5 million ഒക്കെ വ്യൂസ് ഉണ്ടായിരുന്ന, ഓൾമോസ്റ്റ് എല്ലാ മീഡിയാസൊക്കെ കവർ ചെയ്തിട്ടൊരു ഇതായിരുന്നു അത്. എല്ലാ പ്രിന്റ് മീഡിയയും വിഷ്വൽ മീഡിയയിലൊക്കെ വന്നിട്ടുള്ളതാണ്. നമുക്കൊരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയ ഒരു പ്രൊജക്റ്റൊക്കെ ആയിരുന്നു അത്. അപ്പോൾ ആ വീടിൻ്റെ തന്നെ അന്ന് നമ്മുടെ യൂട്യൂബ് ചാനലൊന്നുമില്ല നമുക്ക്. ഈ വീടിൻ്റെ ഫോട്ടോസും ഇതിനകത്തൊക്കെ നമ്മുടെ ഫേസ്ബുക്കിൽ മാത്രം, അന്ന് ഇൻസ്റ്റാഗ്രാം പേജും ഇല്ല, ഫേസ്ബുക്കിലുള്ള ഫോട്ടോസ് എടുത്തുകൊണ്ടുപോയിട്ട് ആ ഫോട്ടോ വെച്ചൊരു സ്ലൈഡ് ഉണ്ടാക്കി യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ട് 13 ലക്ഷം രൂപയ്ക്ക് ഇതാ നിങ്ങൾക്ക് മനോഹരമായൊരു ഭവനം എന്നും പറഞ്ഞിട്ട് ആരോ ഇട്ട് അതിനകത്ത് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ട് അടിയിൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു, അവർ നമ്പർ ചോദിക്കുന്നു, ഇവർ നമ്പർ കൊടുക്കുന്നു, അവർ ബിസിനസ് ഉറപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് ക്ലയൻസ് അയച്ചു തരാം, ഈ വീടിന് ഓർഡർ തന്നെ എനിക്ക് അയച്ചു തരാം. ഇത് നമ്മുടെ വീടല്ല, 13 ലക്ഷം രൂപയ്ക്ക് ആരും പണിതെന്ന് പറയണെന്ന് പറയാൻ ചോദിച്ചില്ലേ? ഇത് ശരിക്കും 13 ലക്ഷം രൂപയ്ക്ക് 13 ലക്ഷം രൂപയ്ക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഭയങ്കര കമന്റ്സും. നമ്മൾ ആ സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനൽ പോലും ഇല്ല, നമുക്കുള്ള റീച്ചിനേലും കൂടുതൽ അവർക്ക് ആ സാധനത്തിലുള്ള റീച്ച്. അപ്പൊ ഇതിൽ നമ്പർ കൊടുക്കുന്നു, അവർ സ്ഥലം ചോദിക്കുന്നു, നമ്പർ കൊടുക്കുന്നു, ബിസിനസ് ഉറപ്പിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഒതന്റിസിറ്റി നോക്കാതെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അതിനകത്തുണ്ട്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ തുടക്കം തന്നെ കുറേ അഡ്വാൻസ് പേയ്മെന്റ് നേരത്തെ മേടിക്കും, എന്നിട്ട് തുടങ്ങി എന്നുള്ള ലെവലിൽ എന്തെങ്കിലും കാണിക്കും, ബാക്കി പേയ്മെന്റ് മേടിക്കും, പിന്നെ ഇവർ വാനിഷാവും. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇപ്പോൾ ആ വീട് പണിയാൻ ആഗ്രഹമുള്ള ഒരാൾ പറ്റിക്കപ്പെടാമെന്ന് അറിഞ്ഞിട്ടും, ഈ ജഗതി ഒരു സിനിമയിൽ മറ്റേ ആ കുഴി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുഴി പോയി ചാടുന്ന സാധനമല്ലേ, ഇതേ സെയിം സാധനമാണ്. ഇങ്ങനെ ആൾക്കാർ അവരുടെ മനസ്സിലുണ്ട് അവർ പറ്റിക്കപ്പെടാൻ പോകാന്നൊരു ഉള്ളിലൊരു സാധനമുണ്ട്, എന്നാലും അവരുടെ സ്വപ്നം അവരെ വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ചിലപ്പോൾ പോയിട്ട് ഇതിനകത്ത് വീഴും. അങ്ങനെ ഒരു സാധനമുണ്ട് ഇതിനകത്ത്. ഭയങ്കര ഒരു ട്രാപ്പാണ് അത്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഇങ്ങനത്തെ ട്രാപ്പിൽ പോയി വീഴാറുണ്ട്. വൺസ് ട്രാപ്പിൽ വീണ അവർക്ക് കയറാൻ പറ്റാത്ത സിറ്റുവേഷനിൽ അവർ റിയലൈസ് ചെയ്തോളൂ ഇതൊരു ട്രാപ്പായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഷിൻഡോ തന്നെ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ ഫ്രോഡ് നടക്കുന്ന ഒരു ഫീൽഡാണെന്ന്. ആ ഫ്രോഡ് നടക്കാതിരിക്കാൻ, അതായത് ഞാനൊരു വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്നു, എനിക്ക് മണ്ടത്തരം പറ്റാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഇനീഷ്യലി ഇപ്പോൾ ഒരു വീട് പണിയണതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യം അറിയേണ്ടത് നിങ്ങൾ എന്തിനാണ് ആ വീട് പണിയുന്നത്. ആ ചോദ്യത്തിന് ആദ്യം ഉത്തരം ഉണ്ടാക്കണം. പല ആളുകളും പല രീതിയിൽ പല ആവശ്യത്തിന് വീട് പണിയുന്നത്. ചിലർ ഇപ്പോൾ NRIs, അവർക്ക് യൂറോപ്യൻ മൈഗ്രേറ്റഡ് ആയിട്ടുള്ള NRIs ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരും ഇവിടേക്ക് വരില്ല. അപ്പോൾ അവർക്കൊരു വെക്കേഷൻ ഹോം അത്
വർഷത്തിൽ ഒരു മാസത്തെ ലീവിന് വരുമ്പോഴുള്ള വെക്കേഷൻ ഹോമാണ്. അപ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ് വേറെയാണ്. നേരെ മറിച്ച് ഒരു ടെക്കി അതല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഡോക്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണലി ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഒരാൾ, അവനെ സംബന്ധിച്ച് ആ ഓഫീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ട്രെസ് റിലീഫിനുള്ളൊരു സ്ഥലം കൂടിയാണ് അവൻ്റെ വീട്. അവന് സ്ഥിരം താമസിക്കേണ്ട ഒരു സ്ഥലമാണ്. അതിൻ്റെ റിക്വയർമെൻറ്റ് വേറെയാണ്. അതുപോലെ ഷോ ഓഫ് കാണിക്കും. ഇപ്പോൾ ചില ബിസിനസ്സുകാർ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമാണ് അവരുടെ വീട്. അവർക്ക് ആ വീട് ആ ഷോ ഓഫ് കാണിക്കേണ്ട ആവശ്യമുണ്ട്. അവരെയും തെറ്റു പറയാൻ പറ്റില്ല. പിന്നെ ചില ആൾക്കാരുണ്ട്, വീട് പൊളിഞ്ഞു വീഴാനുള്ള സിറ്റുവേഷനായി എങ്ങനെങ്കിലും ഒരു വീട് തട്ടിക്കൂട്ടി അതിനകത്ത് കയറുന്ന ആൾക്കാരുണ്ട്. ഈ കാറ്റഗറിയിൽ ഞാൻ എവിടെയാന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇതിൽ ഞാൻ അവിടെയാണ് എന്നുള്ള ഇത് മനസ്സിലാക്കുക. അതനുസരിച്ച് വേണം നമ്മൾ വീടിനെ പറ്റിയുള്ള നമ്മളുടെ സ്വപ്നം ഉണ്ടാക്കാനായിട്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വർഷത്തിലൊരിക്കൽ വരുന്ന NRIക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു മാർഗവും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ എനിക്ക് ഫുൾ പച്ചപ്പും ഹരിതാപയുള്ള വീട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി നടക്കില്ല. പിന്നെ അവരൊരു കണ്ടംപററി വീട് പണിത് കഴിഞ്ഞാൽ അതും മണ്ടത്തരമാണ്. കാരണം അടുത്ത ലീവിന് അവർ വരുമ്പോഴേക്കും ഈ ലീവ് മൊത്തം എൻ്റെ ഒരു അങ്കിളുണ്ട്, പുള്ളി ലീവിന് വന്നെന്ന് ഞങ്ങൾ അറിയുന്നത് അവിടെ പണിക്കാരുടെ സൗണ്ട് കേൾക്കാം. അതെ, പുള്ളി പണിക്കാരുടെ സൗണ്ട് കേട്ടില്ലേ പുള്ളി ലീവ് കഴിഞ്ഞ് പോയെന്നറിയാം. എല്ലാ വർഷവും വരും, വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യും, പുള്ളി പോകും. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ ആയിരിക്കരുത് വീട്. അപ്പോൾ എന്താണ് നമ്മുടെ പർപ്പസ് അതനുസരിച്ച് വേണം വീട് ചെയ്യാനായിട്ട്. പിന്നെ ഇനി നിങ്ങൾക്ക് അങ്ങനെ NRI ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പച്ചപ്പ് ഹരിതാപയുള്ള വീട് ചെയ്യാം. പക്ഷേ വൺസ് ഇൻ എ വീക്കെങ്കിലും പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനും തൂത്ത് തുടയ്ക്കാനുള്ള ഒരാളെ നിങ്ങൾ റെഡി ആക്കിയിട്ട് ഇതൊക്കെ ചെയ്തോ നിങ്ങൾ. കാരണം ചെടി എന്ന് പറഞ്ഞ സാധനം ജീവനുള്ളതാണ്. അതിനെ നോക്കി കണ്ട് തന്നെ ഇത് ചെയ്യണം. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം ചെടി വളരില്ല. ഇല കരിയുമ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ. അതെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ വാട്ടർ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അതനുസരിച്ച് ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. അതുമാതിരി വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, എല്ലാ ദിവസവും താമസിക്കുന്ന ഒരു വീട്ടിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അത്രയും വേണ്ട ഇയർലി വൺസ്. അപ്പോൾ അതനുസരിച്ച് ഇതിന് വ്യത്യാസങ്ങൾ വരും. അതനുസരിച്ച് റിക്വയർമെൻറ്റ് ഉണ്ടാക്കുക, അതനുസരിച്ച് ബഡ്ജറ്റ് ചെയ്യുക. ഇതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൾക്കും ഇതിൻ്റെ ബഡ്ജറ്റിൻ്റെ റിയാലിറ്റിനെ പറ്റി അറിയില്ല. ഈ ബഡ്ജറ്റിൻ്റെ റിയാലിറ്റിനെ പറ്റി അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് കയറുന്ന സമയത്തായിരിക്കും. എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു കാര്യത്തിനെ പറ്റി നമ്മളിപ്പോൾ എല്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും കാര്യത്തിൽ എൻ്റെ സമയത്ത് സർജറി ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്തായിരിക്കും നമ്മൾ ഇതിനൊക്കെ ഒരു റൂട്ട് കനാലിന് ഇത്ര രൂപയുണ്ടെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ അറിയണത്. അമ്മ ഇത്രയും രൂപയാണ് ഒരു പല്ലിനകത്ത് വെറുതെ ഇത് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പല്ലിൻ്റെ ക്യാപ്പ് അടയ്ക്കാനെന്നുള്ള. അപ്പോൾ നമ്മളപ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ അറിയുന്നുള്ളൂ. എല്ലാ ഇൻഡസ്ട്രിയിലും അതുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് അറിയാൻ നമുക്ക് ഇഷ്ടംപോലെ മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജനറൽ ഒരു അറിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. കറക്റ്റായിട്ട് അറിവ് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം നിങ്ങളൊരു യൂട്യൂബ് ചാനൽ കയറി ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് മിക്സഡ് ഒപ്പീനിയൻസ്, മിക്സഡ് സജഷൻസ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഏതാ കതിര് പതിരുന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഇൻഫർമേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു ബഡ്ജറ്റിങ്ങിനെ പറ്റി. എന്നിട്ട് ആ റിക്വയർമെൻറ്റ്സ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഈ റിക്വയർമെൻറ്റ്സ് പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയിട്ട് ആ റിക്വയർമെൻറ്റ് വെച്ചിട്ട് വേണം നിങ്ങൾ ആരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആ റിക്വയർമെൻറ്റ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഏതിൽ പെടും എന്നുള്ളത്, ഒരു അൾട്രാ ലക്ഷറി ഒരു വീടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു ബഡ്ജറ്റഡ് ആയിട്ടുള്ളൊരു വീടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ സെക്ടറിലൊക്കെ ആൾക്കാരുണ്ട്. ഈ സെക്ടറിലൊക്കെ വീട് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ സെക്ടറിലുള്ള ആൾക്കാരെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഇപ്പം നിങ്ങളുടെ ഒരു കൊതുകുതിരിയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കൊതുകുതിരിനെ നിങ്ങൾ എവിടെ ബ്രാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതനുസരിച്ച് വേണം നിങ്ങൾ. ഒരു ലോക്കലൊരു സീരിയൽ ആർട്ടിസ്റ്റ് മതിയോ, ഷാരൂഖ് ഖാനെ വെച്ചിട്ട് കൊതുകുതിരി ഷാരൂഖ് ഖാനെ വെച്ചിട്ടും ചെയ്യാം. പക്ഷേ അതൊരു ഇന്റർനാഷണൽ ബ്രാൻഡ് എന്നുള്ള ലെവലിലേക്ക് വളരാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഈ വീട്. ഏത് രീതിയിലേക്കാണ് നിങ്ങൾ ബഡ്ജറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങളുടെ പർപ്പസ്, ആ പർപ്പസിനനുസരിച്ച്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അൾട്രാ ലക്ഷറി വീടൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യുന്ന ഒരു സെക്ടർ ഓഫ് ആർക്കിടെക്ചറും അങ്ങനത്തെ ആൾക്കാരുണ്ട്. അവർക്ക് മറ്റേത് ചെയ്യാൻ പറ്റില്ല. അവർ ഒരു സാധനം തന്നെ അവർക്ക് വേണ്ടതും അങ്ങനെയാണ്. ഇതിനും വില കൂടിയ സാധനം മാർക്കറ്റിൽ ഉണ്ടോ എന്നാണ് അവരുടെ ക്വസ്റ്റ്യൻ. ഇതേ ഉള്ളോ ലോകത്തിന് ഇതിനും കൂടുതൽ വല്ല സാധനം ഉണ്ടോ? അതാണ് കാരണം അവരതാണ് അവർ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. എൻ്റെ വീട്ടിൽ ഇന്ന സാധനം അവിടെ വെക്കുന്ന നമ്മുടെ ഹാൻഡ് ടവല് പോലും ലൂയി വിറ്റിൻ്റെ ആയിരിക്കണം എന്നൊക്കെയുള്ള ലെവലിൽ ഡിമാൻഡ് ചെയ്യുന്ന അവരുടെ ആവശ്യം അതാ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവരുടെ ആവശ്യം അവർ ആ വീട് പണിയുന്നത് ഷോ ഓഫിനാണ്, അല്ലെങ്കിൽ ഒരു അൾട്രാ ലക്ഷറി ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ അതിനുള്ള ഫണ്ട് ഉണ്ട്, അവർക്കത് വേണം.
അപ്പോൾ അത് മാത്രം ചെയ്യുന്ന കുറേ ടൈപ്പ് ഓഫ് ആളുകളുണ്ട്, അത് മാത്രമേ അവർക്ക് ചെയ്യുള്ളൂ. ഇപ്പം നമ്മളോട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ശരിക്കും കേസ് സ്റ്റഡി ചെയ്യേണ്ടി വരും. കാരണം നമ്മളുടെ മൈൻഡിൽ അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി ഒരു ക്ലയൻറ്റിനോട് ഒരു WC ഐ മീൻ ഒരു ക്ലോസറ്റിൻ്റെ വില 15 ലക്ഷം രൂപയാവുമെന്ന് പറയാനുള്ള ധൈര്യം നമുക്കില്ല. പക്ഷേ മറ്റവരോട് 15 ലക്ഷം രൂപ ഉള്ളൂ എന്ന് ചോദിക്കണേ. അതാണോ മാക്സിമം? അതേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ലേന്നാണ് ചോദിക്കണേ. ആ സെക്ടറിലുള്ള ആൾക്കാർ അതിലായിരിക്കും ബെസ്റ്റ്. അതുപോലെ അതിലെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ചില ആളുകൾ വന്നിട്ട്, ഇപ്പം ഞാൻ 2 വർഷം മുമ്പ് ചെയ്തൊരു പ്രോജക്റ്റിൻ്റെ കഴിഞ്ഞ ആഴ്ച എനിക്ക് വന്ന് മെസ്സേജാണ്. 2 വർഷം മുമ്പ് ചെയ്ത പ്രോജക്റ്റിൻ്റെ 2 വർഷം മുമ്പ് എനിക്ക് 1.5 crore ചെയ്തൊരു പ്രോജക്റ്റിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചെന്ന് പറയാണ്, ഇപ്പോൾ ഇതൊന്ന് 50 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാമോ? അപ്പം ഞാൻ പറഞ്ഞു അതാണ് ആളുകളുടെ ചോദ്യത്തിലെ വ്യത്യാസം. അതാണ് ഇപ്പോൾ അതെനിക്ക് 50 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു ഈ വീട് തന്നെ ആ സെയിം സ്ഥലത്ത് റീകൺസ്ട്രക്ട് ചെയ്താൽ പോലും ആ പൈസക്ക് തീരൂല. ഈ പറഞ്ഞ 1.5 CR തീരൂല, പിന്നെ എങ്ങനെ തീരും? അപ്പോൾ ആ ആളുകളുടെ അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഏരിയയിൽ ഇല്ലാത്തൊരു അറിവില്ലായ്മയാണ്. സ്വപ്നം ഭയങ്കര പറയുന്നൊരു സാധനത്തിൽ നമ്മൾ ബ്ലൈൻഡ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അറിവുള്ളവനെ പോലും ചതിക്കുക, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ചതിക്കപ്പെടാനുള്ള സാധ്യത ഈ സ്വപ്നം കൊണ്ട് നമ്മൾ കുറച്ച് ബ്ലൈൻഡ് ആയി പോകും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ സ്വപ്നം ഈസി ആയിട്ട് ചീപ്പായിട്ട് ചെയ്തു തരാമെന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ അതിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പം നിങ്ങൾ പോയിരിക്കും. അതിൽ നിങ്ങൾ ഫാക്ട് ചെക്കിങ് നടത്താൻ നോക്കൂല. അപ്പോൾ നിങ്ങളെപ്പോഴും ആരെക്കൊണ്ട് നിങ്ങളുടെ ഈ സ്വപ്നത്തിനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഫുൾഫിൽ ചെയ്ത് തരാൻ പറ്റുന്ന ഏത് സെക്ടറിലുള്ള ആളാണെന്നുള്ളത് നിങ്ങൾ സ്റ്റഡി ചെയ്യാം. അതായത് ആ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനം ചെയ്യാൻ പറ്റിയ ആളാരാന്നുള്ളത് സ്റ്റഡി ചെയ്യുക. അവരെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാം. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 50 ലക്ഷം ബഡ്ജറ്റ് ഉള്ളൂ, എങ്ങനെ പോയാലും 1 കോടിയെങ്കിലും വരും എന്നുള്ള ആ ഒരു സ്റ്റാൻഡേർഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ നിങ്ങൾ തമ്മിൽ ഫ്രിക്ഷൻ ആവും. നിങ്ങൾ കാണുന്നത് മൊത്തം അവൻ്റെ പ്രൊജക്ട്സാണ്, അവർ ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് വെച്ചിട്ട് നിങ്ങൾ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ബഡ്ജറ്റ് അതില്ല. അപ്പോൾ ഈ ആഗ്രഹവും ബഡ്ജറ്റും തമ്മിൽ ലാസ്റ്റ് ചെയ്യുമ്പോൾ ക്ലാഷ് ആവും. അപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആവും. ചില ആൾക്കാരൊക്കെ ഈ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകണമൊക്കെ അങ്ങനെ വരുന്നത്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ആൻ ഇമോഷൻ. ബാക്കി നമ്മളൊരു ബൈക്ക് വാങ്ങുന്ന പോലെ കാറ് വാങ്ങുന്ന പോലെ അല്ലല്ലോ. അത് നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റും, നമ്മുടെ ഓൾറെഡി മനസ്സമാധാനം പോവും, വീട്ടിലടിയാവും, നമുക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കയ്യിൽ നിന്ന് മൊത്തം പോകുന്ന സിറ്റുവേഷൻ വരെ വരും ഇത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ. ഇത് പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ പ്രോപ്പറായിട്ട് ആരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം. എന്നിട്ട് ചെയ്യിപ്പിക്കുന്ന ആളെ ആരാണോ അവരെ പറ്റിയുള്ള റിവ്യൂസ്, അവർ ചെയ്തിട്ടുള്ള വീഡിയോകൾ 100% ഇങ്ങനത്തെ ഈ ഇൻഡസ്ട്രിയിൽ എല്ലാം പോസിറ്റീവ് മാത്രം കേൾക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. കാരണം പെർസ്പെക്റ്റീവ് മാറുന്നതനുസരിച്ച് വ്യത്യാസം വരും. ഒരാളുടെ ഇഷ്ടമായിരിക്കില്ല മറ്റൊരാളുടെ ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമായിട്ട് മാച്ച് ചെയ്യുന്ന പ്രൊജക്ട്സ് ചെയ്യുന്ന ആ ഡിസൈൻ ലാംഗ്വേജുള്ള ആരാണോ അവരെ ആയിട്ട് നിങ്ങൾക്ക്. പിന്നെ ഇതൊരു വീട് പണി എന്ന് പറഞ്ഞ സാധനം ഇതൊരു ക്ലയൻറ്റ് റിലേഷൻഷിപ്പാണ്, കസ്റ്റമർ അല്ല, 1 ടൈം നടന്നു പോകുന്ന ഒരു സാധനമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം, അതായത് ചിലപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം, അത് വീടിൻ്റെ വലുപ്പം അനുസരിച്ച് 1 വർഷം 2 വർഷം നീണ്ടു പോകുന്നൊരു ഇതാണ്. അപ്പോൾ അത്രയും സമയത്തേക്ക് ഇവരുമായിട്ട് നല്ല റാപ്പോല് നമുക്ക് പേടിക്കാതെ അപ്രോച്ച് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ അതിൽ ഒരു പോയിന്റ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ബഡ്ജറ്റിന് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് വീടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നത് ആ മോഡൽ കുറച്ച് വീടുകൾ കാണാം, അത് ചെയ്ത ബിൽഡേഴ്സിനെ കുറിച്ച് നോക്കാം. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ് അതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് ഈ സ്റ്റഡി പ്രോസസ്സ് എങ്ങനെ ചെയ്യാന്നുള്ളതിൽ? ഈ സ്റ്റഡി പ്രോസസ്സിൽ അടുത്തൊരു കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞത് വീട് പണിയുന്നതിന് മുമ്പ് ചൂസ് ചെയ്യുന്നതിൻ്റെ പറ്റിയുള്ള കാര്യമാണ്. ഇനി വീട് പണിക്ക് നിങ്ങൾ തന്നെ ഒരുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിൽ നിങ്ങൾ ബഡ്ജറ്റിംഗ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ബഡ്ജറ്റിംഗ് ചെയ്യലാണ് ഏറ്റവും ബേസിക് മാക്സിമം നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റ് വരെ പോവാം. ഇതിൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരാളും വീട് പണിയാനായിട്ട്, അതായത് ഇപ്പോൾ 50 ലക്ഷം രൂപ വീട് പണിയാം എന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുള്ള ഒരാളും ഒരു 50 ലക്ഷം രൂപയ്ക്ക് വീട് പണി തീർത്തിട്ടില്ല. അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. കാരണം എത്ര ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും അത് എക്സീഡ് ചെയ്യും. ഇനി 50 ലക്ഷം രൂപയ്ക്കും വീട് ഞാൻ തീർത്തിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെ. കാരണം അപ്പോൾ നമ്മൾ റിക്വയർമെന്റ്സിൽ കോംപ്രമൈസ് ചെയ്യും. റിക്വയർമെന്റ്സിലും കാരണം ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത്. നമ്മുടെ മുമ്പിൽ ഒരു പ്ലാസ്റ്ററിങ് സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള CPN സാനിറ്ററി ഫിറ്റിംഗ്സ് സെലക്ട് ചെയ്യുന്ന സ്റ്റേജ് മുതൽ ടൈലിംഗ് സെലക്ട് ചെയ്യുന്ന സ്റ്റേജ് മുതൽ പിന്നെ എൻഡ്ലെസ് ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ. നമുക്ക് 50 രൂപയുടെ ടൈൽ അല്ലെങ്കിൽ 25 രൂപയ്ക്ക് ടൈൽ മേടിക്കാൻ കിട്ടും. 50,000 രൂപ സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്ന ഗോൾഡ് പ്ലേറ്റഡ് ടൈൽ വരെയുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് നമ്മുടെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഇത്രയും രൂപയുടെ സാധനം പറ്റുള്ളൂ ഇതിനകത്ത് മാക്സിമം എന്നുള്ള രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബഡ്ജറ്റിനെ നിർത്താൻ പറ്റും.
പക്ഷേ വീട് പണിയുടെ ഉള്ളിൽ ഈ സ്വപ്നം കിടക്കുന്നതുകൊണ്ട് നമ്മളൊരു സാരി എടുക്കാൻ പോയി 5,000 റുപ്പീസിൻ്റെ സാരിയിൽ നിന്ന് നമ്മൾ പോയി അവിടെ സെയിൽസ് ഗേളിനോട് പറയും നമ്മൾ മേടിച്ചുകൊണ്ട് തന്നെ 7,000 റുപ്പീസ് ആയിരിക്കും. അവർ 6,000 നിന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന പോലെയാണ്. കാരണം നമ്മുടെ ഇഷ്ടം, ആഗ്രഹം ആണ്, സ്വപ്നമാണ് വീട്. അതുകൊണ്ട് ഇത് എപ്പോഴും കൂടിക്കൊണ്ട്. അപ്പൊ ഇത് ഈ കമ്മ്യൂണിക്കേഷനിൽ അത് വ്യക്തമാക്കണം, എന്റെ ഏറ്റവും മാക്സിമം ബഡ്ജറ്റ് ഇതാണ്, ഇതിൽ എക്സീഡ് ചെയ്യരുത് എന്നുള്ളത് വ്യക്തമാക്കുന്നതിന്റെ ഒപ്പം നിങ്ങൾ അതിന് റെഡി ആയിരിക്കണം, കൺട്രോൾഡ് ആയിരിക്കണം. അതിൽ ആ സ്വപ്നം കണ്ടിട്ട് നിങ്ങൾ പറയുന്ന റിക്വയർമെന്റ് ഒന്നും ഇതുമായിട്ട് മാച്ച് അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അപ്പൊ പ്രശ്നം തുടങ്ങും. പിന്നീട് ഇപ്പൊ പലപ്പോഴും കേൾക്കണ്ട, ഇവരങ്ങനെയൊക്കെ പറയും അവസാനം ഇതൊന്നും അല്ലാണ്ട് വലിയ ബഡ്ജറ്റിലേക്ക് കയറി പോകുന്നത്. ഇവരല്ല ആക്ച്വലി ഇതൊന്നും പറയണേ. നിങ്ങൾ പറയുന്ന റിക്വയർമെന്റ് ആണ് ഇതെല്ലാം പറയുന്നത്. ആ റിക്വയർമെന്റിനനുസരിച്ച് ഡിസൈൻ ചെയ്തു വരുമ്പോൾ ഈ പറഞ്ഞ ബഡ്ജറ്റിന്റെ എക്സീഡ് ആവും. അപ്പം നിങ്ങൾ പറയുക എന്ത് രീതിയിലും ബഡ്ജറ്റ് ഇത്രയാണ്, അതിൻ്റെ ഉള്ളിലുള്ള എന്ത് കാര്യം നിങ്ങൾ ചെയ്തോ അതിൽ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ റെഡിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോട്ട് മാറി. അതാണ് നിങ്ങൾ. അപ്പോൾ ആ ബഡ്ജറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം എത്ര വരെ പോകാമെന്നുള്ളൊരു കാര്യം. അതുപോലെ നിങ്ങൾ റിക്വയർമെൻറ്റ്സിന് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ടാവണം. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. ഈ 3 സാധനത്തിൽ അനാവശ്യം എന്നുള്ള കാറ്റഗറീനെ കട്ട് ചെയ്യണം. ഒരു വർഷത്തിൽ 365 ദിവസത്തിലും നമ്മൾ 360 ദിവസം ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത സാധനത്തിന് അനാവശ്യമായിട്ട് കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇത് ചെയ്യുക. റിക്വയർമെന്റ്സ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മൾ എങ്ങനെയാണ് ഈ വീട് യൂസ് ചെയ്യാൻ പോകുന്നത്, ഈ വീട്ടിൽ ഓരോരുത്തരും ഈ വീട് എങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നത്, അവരുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിട്ട് റിക്വയർമെന്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഹോം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക്കലി. അല്ലാതെ ഫിനാൻഷ്യലിയും മെന്റലിയും പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സ്റ്റേജ്. മറ്റേത് നിങ്ങൾ വേറെ ആളെ അന്വേഷിക്കും, വേറെ ആളെ ഏൽപ്പിക്കുമ്പോൾ സെലക്ട് ചെയ്യുന്ന നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്യേണ്ടത് ആരാണെന്നുള്ളതിനെ ചൂസ് ചെയ്യുന്നതിന്റെ കാര്യം നേരത്തെ പറഞ്ഞ്. ഇത് നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായി. ഓക്കെ. ഈ വീട് പണിയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അപ്പോഴും ഈ പറഞ്ഞതുപോലെ ഈ സ്വപ്നവും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു ക്ലാഷ് അപ്പോഴും ഉണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല, അല്ലെങ്കിൽ എനിക്കിത് വേണ്ട, ഇങ്ങനെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ വേറൊരാളെ ഏൽപ്പിക്കുകയാണല്ലോ, നമ്മുടെ കുഞ്ഞിനെയൊക്കെ ഏൽപ്പിക്കുന്നത് പോലെ. അപ്പം ഒരുപാട് ഡിബേറ്റുകൾ ഉണ്ടാവും. ആ സമയത്ത് ഫ്രം യുവർ എക്സ്പീരിയൻസ് യൂഷ്വലി ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകൾ ഈ കൺസ്ട്രക്ഷൻ ടൈമിൽ? പല ആളുകളും ഒന്നും കൺഫേം ചെയ്യാതെ ഇതങ്ങ് വരുമ്പോൾ നമുക്ക് പറയാന്നുള്ള രീതിയിൽ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന സാധനമുണ്ട്. വരട്ടെ നമുക്ക് നോക്കാം എന്നുള്ള. അപ്പോൾ അങ്ങനെ വിചാരിക്കരുത് ഒരു കാരണവശാലും. വീട്ടിലൊരു ചൂട് വെക്കാനുള്ള സ്പേസ് വരെ നേരത്തെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചൂട് വെക്കേണ്ട വരില്ല, ഒബ്വിയസ്ലി വരില്ല. കിച്ചൺ ടവൽ വെക്കേണ്ട സ്പേസ് വരില്ല. ഇതൊക്കെ എവിടെയാണെന്നുള്ളതും വ്യക്തമായിട്ട് അതിനെപ്പറ്റി ഒരു പ്ലാൻ ഉണ്ടാക്കി, വേസ്റ്റ് നമ്മൾ എവിടെ ഇടും, വേസ്റ്റ് എങ്ങനെ, ബാക്കി നമ്മൾ പുറത്ത് കൊടുക്കാനുള്ള വേസ്റ്റ് ആണെങ്കിൽ ഇത് നമ്മൾ എവിടെ വെക്കാൻ പറ്റും, ചിക്കൻ കട്ട് ചെയ്യണത്, മീൻ കട്ട് ചെയ്യണത് ഇവിടെ, അങ്ങനെ എല്ലാ ആക്ടിവിറ്റി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിക്വയർമെൻറ്റ്. ആ റിക്വയർമെൻറ്റ് ഫുൾ പ്രൂഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ ധാരണ വേണം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും വേറൊരാളുടെ ലൈഫ് സ്റ്റൈലും വ്യത്യാസമുണ്ട്. ആ ധാരണ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അപ്പുറത്തെ ആൾക്കാരുടെ അടുത്തത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾ ഓരോന്ന് കാണിച്ച് കൺഫർമേഷൻ എടുത്തിട്ടായിരിക്കും ഇത് കിടക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞൊരു പ്രൊഫഷണൽ ടീമിനെ ഏൽപ്പിക്കുന്നതിൻ്റെ ഡിഫറൻസ് അതാണ്. അവരിതെല്ലാം ഡോക്യുമെന്റ് ചെയ്യും, നിങ്ങൾ പറയുന്ന എല്ലാം ഡോക്യുമെന്റ് ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് പോയി മാറ്റി പറയാൻ പറ്റില്ല. ചില ആൾക്കാരുണ്ട് ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞായിരുന്നേ, അപ്പോൾ ഇവർ ഡോക്യുമെന്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അവിടെ ക്ലാഷായി. അപ്പോൾ കറക്റ്റ് ചിലപ്പോൾ അവർ മറന്നു പോകണമായിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു ഡോക്യുമെന്റ് ചെയ്ത് സാധനം വെച്ചിട്ട് മാഡം ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇത് ചെയ്തേക്കുന്നത്, ഇതൊക്കെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത്, ഓക്കെ അല്ലേ, ഓക്കെ ആണ്. അപ്പോൾ പറയുന്ന സമയത്ത് അവർക്കും ഒരു അഷ്വറൻസ് ആയി. എൻ്റെ മനസ്സിൽ എന്താണ്, എൻ്റെ ആവശ്യം എന്താണോ അതെനിക്ക് ഇഷ്ടപ്പെട്ടിടത്ത് അവിടെ വെച്ച് നിർത്തുക, എന്നെ അത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അവിടെ വെച്ച് നിർത്തുക. അതാണ് അതിനകത്തൊരു പോയിന്റ്. അല്ലാതെ കുറേ റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നത് ഇത് കൊളായിക്കൊണ്ടിരിക്കുകയുള്ളൂ, അതിന്റെ ക്യാരക്ടർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നിങ്ങളൊരു പ്രൊഫഷണൽ ഏൽപ്പിച്ചാൽ അതിനകത്തേക്ക് ഇടപെടുന്നതിന് ഒരു ലിമിറ്റ് വയ്ക്കുക. ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് എനിക്ക് എന്താ ബുദ്ധിമുട്ടെന്നേ പറയാൻ പാടുള്ളൂ, എനിക്ക് ഇന്ന അസുഖമാണ്, ഇന്ന ചികിത്സ മതി, ഇന്ന മരുന്ന് മതി എന്ന് പറയരുത്. അതാണ് എല്ലാ പ്രൊഫഷണലിലും ഇത് ബാധകമാണ്. അപ്പോൾ നിങ്ങളുടെ ലിമിറ്റ് നിങ്ങൾ മനസ്സിലാക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ എൻകറേജ് ചെയ്യുക. അവരും നമ്മുടെ കൂടെയാണെന്നുള്ള ലെവലിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ എന്ന് പറയുന്ന ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അവനൊരു മിസ്റ്റേക്ക് പറ്റിയാൽ അവൻ ഓപ്പണായിട്ട് പറയും, ഹൈഡ് ചെയ്യില്ല. ഈ മെയിൻ്റനൻസ് പറയുന്ന പരിപാടി എത്ര നാൾ കൂടുമ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്തു തുടങ്ങേണ്ടത്? വാട്ട് ഡു യു തിങ്ക്? ഈ മെയിൻ്റനൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും കുറവ് സംസാരിക്കപ്പെട്ടുള്ള ഒരു സബ്ജക്റ്റ്. ഈ മെയിൻ്റനൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സബ്ജക്റ്റ്. കാരണം നമ്മളുടെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് വെച്ചിട്ട് മെയിൻ്റനൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ഏത് സ്റ്റൈൽ വീട് നിങ്ങൾ ചെയ്താലും ശരി. ഇനി ചിലർ വീട് ഉപയോഗിക്കാത്ത വീടായിരിക്കും, വർഷത്തിലൊരിക്കൽ മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും. അതാണ് ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
അത് ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ പോലെ വർഷത്തിൽ ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ്റെനൻസ് നടത്താനും മാത്രം നേരം ഉണ്ടാവും. നിങ്ങൾ ഒരു പൊടി വീണ് കിടക്കുമ്പോൾ അത് റെസ്റ്റ് ആവുന്നതിന് മുമ്പ് അത് തുടച്ചു കളയണ്ടേ. റെസ്റ്റ് ആയി കഴിഞ്ഞ് അവിടെ സ്റ്റെയിൻ പിടിച്ചതിന് ശേഷം ഇത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലോഷൻ വെച്ച് സമയം കൂടുതലെടുത്തിട്ട് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ എന്ത് കാര്യം മേടിച്ചാലും നമ്മളൊരു കാർ മേടിക്കുന്നു. ആ കാർ മേടിച്ചിട്ട് എത്ര വില കൂടിയ കാറായാലും നമ്മൾ പോർച്ചിലിട്ടുണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കംപ്ലൈന്റ് ഉണ്ടാവും. ഇത്രയും വില കൂടിയ കാറാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർ പറയുന്ന ഒരു സാധനമാണ്, ഞങ്ങള് അന്ന് പൂട്ടി പോയതാ ഇതുവരെ ഉപയോഗിച്ചില്ല, എന്നിട്ട് ഈ കംപ്ലൈന്റ് വന്നു എന്നിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിലതനുസരിച്ച് ഭിത്തിമ പൂപ്പൽ വരും. അല്ലെങ്കിൽ അത്ര ഹ്യൂമിഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മുടെ. ഇത് ഇടയ്ക്ക് എയർ പാസേജ് ഒക്കെ ഇതിനകത്ത് വേണം. ജനലും വാതിലൊക്കെ ഇപ്പൊ ഞാൻ പലപ്പോഴും ക്ലയൻസിനോട് പറയുന്നതാണ്, നിങ്ങൾ ആരെങ്കിലും തുറക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ വരുമ്പോൾ ഫസ്റ്റ് ജനലും വാതിലൊക്കെ തുറന്നിടുക. മാക്സിമം എയർ അകത്തേക്ക് കയറി എയർ ഉള്ളിലുള്ള ആ വെന്റിലേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ഇതിനകത്ത് അക്യുമുലേറ്റ് ചെയ്ത് ഈ ഹ്യൂമിഡിറ്റി മൊത്തം അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇത് പിന്നെ ഫംഗസ് ആയിട്ട് വരും. അത് നമ്മൾ തേക്കിന്റെ PU പോളിഷ് ചെയ്തിട്ട് ഡോറിന്റെ മുകളിൽ വരും ഈ ഫംഗസ് വരും. നമ്മുടെ ഗ്ലാസിന്റെ മുകളിൽ വരും, വോളിൽ ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ വരും, എല്ലായിടത്തും വരും ഈ പറഞ്ഞ സാധനം. അപ്പൊ അത് കറക്റ്റായിട്ട് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നടത്തേണ്ട ഒരു കാര്യമല്ല. അതൊരു പീരിയോഡിക് വൈസ് മസ്റ്റായിട്ട് നടത്തേണ്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ കാറ് 10,000 കിലോമീറ്റർ ആവുന്ന സമയത്ത് മാൻഡേറ്ററി സർവീസ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെയാണ്. പ്രശ്നമില്ലെങ്കിൽ നമ്മൾ സർവീസിന് കൊടുക്കുന്നില്ലേ, അല്ലെങ്കിൽ വാറണ്ടി വരെ കട്ടായി പോകും. അതിന്റെ കാരണം എന്താ, പ്രശ്നമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും ചെറിയ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. കാരണം എൻ്റെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ അത് ചെയ്തില്ലെങ്കിൽ ടയർ ഇത് പോവും. അലൈൻമെന്റ് മൊത്തം പോയി ടയറും വെട്ടി തേഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന ടയർ മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആകപ്പാട് ഇത്ര ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെയാണ് വീടിന്റെ മെയിൻ്റനൻസ്. ഇപ്പൊ ഈ വീടിന്റെ കാര്യത്തിൽ ചിലപ്പോൾ വീടിന് ആസ് ഓഫ് നോ വിസിബിളി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ പൂപ്പൽ പിടിച്ചിട്ടുണ്ടാവില്ല, ഭിത്തിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാലും നമ്മൾ എപ്പോഴാണ് നമ്മളെ ഒരു മെയിൻ്റനൻസിന് ഒരാളെ സമീപിക്കുന്നത്? വൺസ് ഇൻ എ ഇയർ, അതായത് ഒരു സീസൺ കഴിയുമ്പോൾ. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ് നടത്തേണ്ട ഒരു സമയം ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ. പെയിന്റ് കമ്പനിയുടെ ഒക്കെ പരസ്യം ഏറ്റവും കൂടുതൽ TV കാണുന്ന സമയമില്ലേ, അതാണ് മെയിൻ്റനൻസിന്റെ സമയം. അവർക്കറിയാം ആ സമയത്ത് ഏറ്റവും കൂടുതൽ വീണ്ടും പെയിന്റ് അടിക്കണേ. ഈ സമയത്ത് ഏതെങ്കിലും നമ്മുടെ ഈ ജൂൺ ജൂലൈ സമയത്ത് ഏതെങ്കിലും പെയിന്റ് കമ്പനിയുടെ പരസ്യം TV കണ്ടിട്ടുണ്ടോ? ആ സമയത്ത് ആരെ പെയിന്റ് അടിക്കുന്ന സമയത്ത് പെയിന്റർക്ക് ബക്കറ്റായിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ മെയിൻ്റനൻസിന്റെ ടൈം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഈ ഒരു സമ്മർ ടൈമിലാണ്. സമയത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു 5 വർഷം കഴിയുന്ന സമയത്ത് ചിലപ്പോൾ 2 ലക്ഷം രൂപ മുടക്കി ചെയ്യേണ്ട മെയിൻ്റനൻസ് മറ്റേത് നിങ്ങൾക്ക് 2000 രൂപയ്ക്കോ 3000 രൂപയ്ക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് ആ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ ഒരു ക്രാക്ക് ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരു ചൂടും ഇത് വെച്ചിട്ട് വീടുമ്പോൾ ക്രാക്കൊക്കെ നോർമലി ഉണ്ടാവുന്ന, അതുപോലെ വുഡിൽ ക്രാക്ക് വരും, ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. പെയിന്റിൽ ചെറുതായിട്ട് പായൽ പിടിച്ചിട്ടുള്ള ഇതുകൾ വരാറുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വാഷബിളാണ്. നമ്മുടെ മിക്ക പെയിന്റ്സും എക്സ്റ്റീരിയർ അടിക്കുന്നത് ഇത് വാഷ് ചെയ്താൽ പോകും. ഇത് വാഷ് ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്നിട്ട് സ്റ്റെയിൻ ആവും. പിന്നെ അത് കറുത്ത പിന്നെ വാഷ് ചെയ്തിട്ട് പിന്നെ പെയിന്റ് അടിക്കേണ്ടി വരും. അതുപോലെ ആ ഒരു മെയിൻ്റനൻസും അതുമാതിരി ചെടിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വെട്ടി നിർത്തേണ്ട സമയത്ത് വെട്ടി നിർത്തി അത് കറക്റ്റ് സമയത്ത്. അത് മൺസൂൺ ടൈമിലൊക്കെയാണ് ചെടികൾ വെട്ടി നിർത്തുന്നത് കൂടുതൽ, വേനൽക്കാലത്തല്ല. അപ്പൊ വേനൽക്കാലത്ത് വരുമ്പോഴേക്കും നല്ല ഫ്ലറിഷ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പൊ ഈ കോൺസെപ്റ്റ്സ് ഡിസൈൻ സ്റ്റുഡിയോയിൽ വൺസ് യു ആർ ഡൺ വിത്ത് എ ഹൗസ്, ഒരു ഹോമായി അവരവിടെ താമസിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് മെയിൻ്റനൻസ് വന്നാൽ ത്രൂ ഔട്ട് ലൈഫ് നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടാവുമോ? നമ്മളുടെ അടുത്ത് ഇപ്പോഴും എൻ്റെ 10 വർഷം മുമ്പ് ഞാൻ ഈ ഇന്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് 10 വർഷം മുമ്പ് ഞാൻ ചെയ്തൊരു പ്രോജക്റ്റിന്റെ ക്ലയന്റ് എനിക്ക് ഒരു മെയിൻ്റനൻസിന്റെ കാര്യം പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നാളെ തന്നെ അവിടേക്ക് ആളെ വിടാനുള്ള കേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സർവീസസ്, അത് മെയിൻ്റനൻസിന്റെ കാര്യം പലർക്കും പറ്റുന്ന വേറൊരു പറ്റാണ്. മെയിൻ്റനൻസിനെ വിളിക്കുന്ന സമയത്ത് ഇവര് അവരെ കുറ്റം പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പൊ അവര് ഡിഫെൻസീവ് മോഡിലേക്ക് മാറും. ഒരിക്കലും അത് ചെയ്യരുത്. അവരോട് പറയുന്നത് അവര് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഇതിനെ. ഞങ്ങളുടെ കുഴപ്പമില്ല എന്നുള്ള ലെവലിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അവരോട് പറയുന്നത് വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആരെങ്കിലും ഒന്ന് വിടണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിറ്റേ ദിവസം തന്നെ ആളെ വിടും. കാരണം അത് ഭംഗിയായിട്ട് എടുക്കേണ്ടത് അവരുടെയും കൂടി ആവശ്യമാണ്. കാരണം അത് ആ വീട് അവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നത്. അതിൽ കൂടെ ഞങ്ങൾക്കും അതിന് മുമ്പിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾ ചെയ്ത വീടാണെന്നുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയാൻ പറ്റണം. അപ്പൊ അത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കിടക്കുന്നത് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ ആ മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ വിളിക്കുന്ന സമയത്ത് ആളുകളുടെ അടുത്ത് എന്താണ് കംപ്ലൈന്റ് എന്നുള്ള കാര്യം പറയാം. അത് കുറ്റക്കാരാരാണെന്നുള്ള ലെവലിൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ടായിരിക്കില്ല അവർ ചിലപ്പോൾ എടുക്കുന്നത്. ഇനി ഫൈനലി ഫൈൻഡപ്പിന് ചോദിക്കാൻ പറ്റുമോ ചോദ്യം എന്ന് എനിക്കറിയില്ല. വീട് എന്നുള്ളത് തന്നെ വേണ്ടാത്തൊരു കോൺസെപ്റ്റാണ്. റെന്റഡ് ഹൗസസ് ആണ് നല്ലത്, വീട് വെക്കണ്ട, അതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നൊരു പരിപാടിയും കൂടി ഇപ്പം നടക്കുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയ ത്രൂ ഏറ്റവും വൈറലായിട്ട് പോകുന്നൊരു സാധനം. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദിസ്? അതിൽ 2 ആൻസർ ഉണ്ട്. അതായത് അതിന് ആൻസറും ഉണ്ട്, അതിന് വേറെ സൊല്യൂഷനും ഉണ്ട്. ആൻസർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, വീട് എന്ന് പറയുന്നത് ഒരു പ്രൈഡാണ്, ഒരു സ്വപ്നമാണ്, ഒരു ഇമോഷനാണ്.
അതില് ഫിനാൻഷ്യൽ ഗെയിനോ അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സാധനത്തിനല്ല, അതൊരുത്തൻ്റെ അഭിമാനമാണ്. അത് ഏറ്റവും കൂടുതൽ കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾ കുറേ നാളത്തേക്ക് പുതിയ പ്രൊജക്ട്സ് എടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തായിരുന്നു. അതിന്റെ റീസൺ 300 മുകളിൽ ആൾക്കാർ വെയിറ്റിംഗിൽ വന്നു ഞങ്ങൾ വീട് ചെയ്യണം എന്നുള്ള ലെവലിൽ. കാരണം എന്താ, ആ സമയത്ത് വീട് പണിയണ്ടെന്ന് വിചാരിച്ചവൻ പോലും വീട് പണിയാൻ തീരുമാനിച്ചു. അവന് വേറെ എങ്ങും കിടക്കാൻ സമയമില്ല, ഇതില്ല. ഒരു അസുഖം വന്ന് കിടപ്പിലായി എൻ്റെ വീട്ടിലല്ലാണ്ട് അയലൊക്കെക്കാരൻ്റെ വീട്ടിലെ ബന്ധുക്കളുടെ വീട്ടിൽ കേൾക്കാൻ പറ്റൂല എന്നുള്ള കേസ് മനസ്സിലായി. അതുകൊണ്ട് വീട് എന്നുള്ളത് ഒരാളുടെ അഭിമാനമാണ്, അത് അവൻ്റെ ഇമോഷനാണ്. അതായത് അവിടെ ചെന്ന് കയറുമ്പോൾ അവൻ എത്രയൊക്കെ പ്രശ്നത്തിൽ നിന്ന് വന്നാലും അവൻ്റെ സ്വന്തം വീടിനൊരു പ്രൈഡ് എന്ന് പറഞ്ഞ സാധനമില്ലേ, അവിടെ ഒരു ചെടി വളർന്നു വന്നാൽ പൂവുണ്ടാകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലേ, അത് ശരിക്കും ഒരു രോമാഞ്ചം എന്ന് പറഞ്ഞൊരു സാധനം, അതൊരു ഇമോഷനാണ്. അപ്പം അതുകൊണ്ട് അതിനെ ഫിനാൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ ഇമോഷൻ ഉള്ളവനെ വീട് പണിയാൻ പാടുള്ളൂ എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോയിന്റ്. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അസറ്റ് ആയിട്ട് പണിയുന്നവൻ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ അങ്ങനത്തെ വീടുകൾ പണിതോട്ടെ. ഞങ്ങൾ അങ്ങനത്തെ പ്രൊജക്ട് ചെയ്യാറില്ല. വാടകയ്ക്ക് കൊടുക്കാനുള്ള വീട് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. വീടിനെ സ്വപ്നമായിട്ട് കാണുന്നവരുടെ വീടേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. പിന്നെ ഇനി അതിൻ്റെ വേറൊരു കാര്യം, ഇൻവെസ്റ്റ്മെന്റ് ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ളത്. അത് വലിയ ഈ ഒരു കാലഘട്ടത്തിൽ വാലിഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം നമ്മളുടെ മിക്ക യങ് ജനറേഷനിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ യൂറോപ്യൻ മൈഗ്രേറ്റഡ് ആയി. ഇവരാരും തന്നെ പുതിയ വീടോട് പണിയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അവരെല്ലാവരും തന്നെ അവിടെ വീട് പണിയാണ്, അവിടെ സിറ്റിസൺഷിപ്പ് ഒക്കെ എടുത്തിട്ട് അവിടെ വീട് പണിയാണ്. അവരുടെ മക്കളൊന്നും ഇവിടേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അവരവിടെ ജനിച്ചു വളർന്നിട്ട് ഇവിടെ വരുന്ന സമയത്ത് അവർക്ക് ഹൈജീനിക് അല്ല, കൊതുകുണ്ട്, ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരതുകൊണ്ട് തന്നെ പഴയ വീട് അവരുടെ ഉണ്ടാവും, ഫാദർ മദറൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അവരുടെ കാലശേഷം അത് അടച്ചിട്ടേക്കാന്നുള്ള കോൺസെപ്റ്റിൽ പുതിയ വീട് പണിയുന്നത് ഭയങ്കരമായിട്ട് കുറവാണ്. ആ ഒരു സെക്ടർ ഭയങ്കര 25% ആ ഒരു സെക്ടർ മാറി. ആ സെക്ടറിൽ നമ്മളൊരു ഹോളിഡേ ഹോം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കനവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തന്നെ പേരിൽ നമ്മളൊരു ഹോളിഡേ ഹോം എന്ന കോൺസെപ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു ഹെറിറ്റേജ് സെറ്റപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു സിംഗിൾ സ്റ്റോറിയുടെ ആയിരിക്കും, ഒരു 2 ബെഡ്റൂമൊക്കെ ഉണ്ടാവുള്ളൂ. സിമ്പിൾ ആയിട്ടൊരു 1500 സ്ക്വയർ ഫീറ്റ് താഴെ ഒറ്റ നിലയായിട്ടുള്ള ഒറ്റ വീട്. അത് കേരള സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തത്. കേരള സ്റ്റൈലിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഓട് മാത്രം മഴ നനയുന്നുള്ളൂ, വേറെ ഒന്നും നനയുന്നില്ല. ഈ ഓട് മഴ നനഞ്ഞിട്ട് പായൽ പിടിച്ചാലും കുഴപ്പമില്ല, കുറച്ചാൾ കഴിഞ്ഞാലും കാണുമ്പോൾ ഭംഗിയുണ്ട്, അതിലൊരു തറവാടിത്തം കൂടും. അതെ, ആ പഴമ കൂടുന്തോറും ഇതിന് ഭംഗി കൂടും. ചുറ്റും ഗ്രീനറി ഒക്കെ സെറ്റ് ചെയ്തിട്ട് ചെറിയൊരു ഹെറിറ്റേജ് ഹോമിന്റെ ഒരു സെറ്റപ്പ്, ഒരു ഹോളിഡേ ഹോം സെറ്റപ്പിൽ ചെയ്യാം. എന്നിട്ട് ഇതിന് ഒരു കെയർ ടേക്കറെ വെക്കുക. ഈ കെയർ ടേക്കറെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഔട്ട് ഹൗസ് നമ്മൾ ചെയ്യൂല, ഞാൻ ഒരു കോൺസെപ്റ്റ് അത് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ഇതിനെ വലുതാക്കാം, ചെറുതാക്കാം. കെയർ ടേക്കറെ വേണമെങ്കിൽ അവർക്ക് വെക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസിക്ക് ഇവർക്ക് ലീസ് ചെയ്യാം. അങ്ങനെ പല രീതിയിലും ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വീട് പണിയാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ വീട് പണിയാൻ ആഗ്രഹമുണ്ട്, മെയിൻറ്റെയിൻ ആര് ചെയ്യും, അത് പറ്റണില്ല എന്നുള്ളത് കൊണ്ട് വീട് പണിയാത്ത ആൾക്കാർ, അതല്ലെങ്കിൽ അത് ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവിടെ കിടക്കുമല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഈ ഒരു കോൺസെപ്റ്റിൽ ഒരെണ്ണം ചെയ്താൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തീർക്കുകയും ചെയ്യും. ഇത് തന്നെ ഈ സ്റ്റൈലിൽ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മലയാളിയുടെ മനസ്സിൽ നൊസ്റ്റാൾജിയ സാധനം, ഒരു വരാന്ത, മഴ, കട്ടൻ കാപ്പി, ജോൺസൺ മാഷ്, മലയാളികളില്ല. എല്ലാ മലയാളിക്കും എത്രയൊക്കെ വീട് പണിയണം ഒരു 4 കെട്ട് മനസ്സിൽ ഇഷ്ടമില്ലാത്ത, മഞ്ജുവിന്റെ മനസ്സിലില്ല ഒരു 4 കെട്ട് ഇഷ്ടം. ആ ഒരു സാധനം എല്ലാവരുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് പല സ്കെയിലിൽ ചെയ്യാം, പല ബഡ്ജറ്റിൽ പല സ്കെയിലിൽ ചെയ്യാം. ലക്ഷറി കൂട്ടി ചെയ്യേണ്ടവന് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ വർഷത്തിലൊരിക്കലേ ഇവർ വരുന്നുള്ളൂ. ആ സമയത്ത് ഇവർ ബുക്കിംഗ്സോ കാര്യങ്ങളൊന്നും എടുക്കണ്ട. അല്ലാത്ത സമയത്ത് എയർബിഎൻബിയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ നമ്മുടെ ഹോം സ്റ്റേ ഒക്കെ പോലെയുള്ള രജിസ്റ്റർ ചെയ്തിട്ട് KTDCയുടെ അങ്ങനത്തെ സാധനത്തിലൊക്കെ രജിസ്റ്റർ ചെയ്തോ, അല്ലെങ്കിൽ അവരുടെ സർക്കിളിൽ തന്നെ ഇതുപോലെ തന്നെ നേരെ സർക്കിൾ അവർക്കും ഇല്ലേ, അവർ ലീവിന് വരുമ്പോൾ അവർക്ക് ഇത് കൊടുക്കാം. അപ്പോൾ ഒരു വീട് പോലെ കിട്ടും. ഒരു വീടിന് വീടുമായി, എന്നാൽ അതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആവില്ല. ഒരു റിസോർട്ടിൽ താമസിച്ച എല്ലാ കംഫർട്ടും കിട്ടും. ഒരു മെയിൻ്റനൻസ് നിങ്ങൾ ചെയ്യണ്ട. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കിടക്കുന്ന നല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് നല്ല ആംബിയൻസിൽ കിടക്കുന്ന ഒരു വീട്ടിൽ നിന്ന് താമസിക്കാം. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന അതേ ഇതോടുകൂടി താമസിക്കാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അവിടെ ഷൂട്ടോ, ഇപ്പം നമ്മൾ ഈ കനവ് ഉണ്ടാക്കിയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു മിക്ക ദിവസം ഷൂട്ട്സാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രാൻഡ്സിൻ്റെ അവിടെ ഷൂട്ട് നടത്തിയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ആംബിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, എല്ലാവരും ഷൂട്ട് ചെയ്യും. 1000 ഫോളോവേഴ്സ് ഉള്ളതും പോലും ഓണമൊക്കെ സീസണാണ്. അതെ, ഇപ്പൊ ഞങ്ങൾക്ക് ഈ മാസം എല്ലാ ദിവസവും ബുക്കിംഗ്, അത് ഇന്നോടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സും നമുക്ക് അവിടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല രീതിയിൽ നമുക്ക് അതിനെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആവില്ല.
നിങ്ങളുടെ വീടിന് ഇനി നിങ്ങൾ അതിനകത്ത് നിന്ന് പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ പോലും നിങ്ങളുടെ വീടിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ കെയർടേക്കർക്ക് കൊടുക്കാനുള്ള കാശും കിട്ടിയാൽ മതി. കിട്ടും. അത് നിങ്ങൾ മാർക്കറ്റ് ചെയ്യണതിൻ്റെ തലവേദനയെ പറ്റൊന്നും ആലോചിക്കണ്ട, ഇത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ വീട് എന്നുള്ള ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് മാറി, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടുമായി. അപ്പോൾ എന്താണ് ബേസിക് സാധനം ഇതാണ്, വാട്ട് ഈസ് യുവർ റിക്വയർമെന്റ് എന്നുള്ളത് നല്ലോണം ആലോചിച്ച് അതിനുള്ള നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണെന്ന് നല്ലോണം ആലോചിച്ചിട്ട് മാത്രമേ ഈ പണിക്ക് ഇറങ്ങാം, അല്ലേ? ഞാൻ എപ്പോഴും നമ്മളുടെ ടീം മെമ്പേഴ്സിനോടും പറയാറുണ്ട്, അവർ കഴിയുന്ന സമയത്ത് ലാസ്റ്റ് അവർ കയറുമ്പോൾ അവരുടെ കണ്ണിൽ ചിരി കാണണം, മുഖത്തല്ല ചിരി കാണണം. നമ്മളെ കാണിക്കാൻ വേണ്ടി ചിരിക്കുന്ന മുഖത്തെ ചിരി നമുക്ക് ഉണ്ടാക്കാം, കണ്ണിൽ ചിരി നമുക്ക് ഉള്ളിൽ നിന്ന് വരുള്ളൂ. ആ ചിരി കാണാൻ പറ്റണം. ആ ചിരിയാണ് നമ്മളുടെ മുമ്പിലേക്കുള്ള യാത്രയുടെ ഫ്യൂവൽ. കാശുണ്ടാക്കൽ ഇതെന്ന് പറയുന്ന സാധനം അത് വേറെ കാര്യം, പക്ഷെ ഈ കണ്ണിലെ ചിരി കാണാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മനസ്സിലായി. അപ്പം ഷിൻഡോയുടെ പാഷൻ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ ഇനിയും റിയാലിറ്റിയിലേക്ക് ആക്കി കൊടുക്കട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.